ആരാധന വിശ്വാസ സമൂഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ അഭിവാജ്യ ഘടകമാണ്. 3 തരത്തിലുള്ള ബന്ധം ദൈവവുമായി ഉണ്ടാകണമെന്ന് പറയാറുണ്ട്. ആരാധന, ധ്യാനം, പ്രാർത്ഥന എന്നിവയാണത്. ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ അസ്തിത്വം, വിശ്വാസ പഠിപ്പിക്കലുകൾ, നിലപാട്, ദൗത്യം എന്നിവ വെളിവാക്കുന്ന ഇടമാണ് ആരാധന. സഭ ഏകവും വിശുദ്ധവും കാതോലികവും അപ്പോസ്തോലികവുമാണ്. വിളിക്കപ്പെട്ടിരിക്കുന്നതാകട്ടെ ലോകത്തിന് ഉപ്പാകാനും വെളിച്ചമാകുവാനുമാണ്. ഇതിന് സഭയെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള ആരാധനയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രാരംഭ പേജുകളിൽ തന്നെ സൃഷ്ടിയോടൊപ്പം നടക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. ആരാധനയിലൂടെ ദൈവത്തോടൊപ്പം നടക്കുവാൻ നാം പരിശീലിക്കുകയാണ്. ആദ്യ പാപത്താൽ പറുദീസ അല്ലെങ്കിൽ ഏദൻ നഷ്ടപ്പെട്ട ആദാമിൻ്റെ കുടുംബം അഥവാ കായീനും ഹാബേലും യാഗത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നോഹയാണ് ദൈവത്തിന് ആദ്യമായി യാഗപീഠം പണിയുന്നത് നാം കാണുന്നത്. ആരാധന എന്നത് സൃഷ്ടിയുടെ സൃഷ്ടാവിനോടുള്ള അനിവാര്യമായ ബന്ധത്തിൻ്റെ സാക്ഷ്യപത്രവും തെളിവും പ്രകടനവുമാണ്. ആരാധന സൃഷ്ടിയെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. എന്താണ് ആരാധനയുടെ ഉദ്ദേശം? ദൈവത്തെ മഹത്വപ്പെടുത്തുക, സ്വയം ശോധനയ്ക്ക് മുഖാന്തരമാവുക, ലോകത്തെ രൂപാന്തരപ്പെടുത്തുക, ഭൂമിയെ വിശുദ്ധീകരിക്കുക ഇവയാണ്. Glorifying God, purgation of feeling, transformation of this world, and sanctification of this universe. പൗരസ്ത്യ ആരാധനയുടെ ക്രമം മഹത്തരമാണ്. ആരാധനയിലെ ഘടകങ്ങൾ ക്രമമായി നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ അർത്ഥവത്തായി ആരാധനയിലെ ദൈവാനുഭവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒന്നാമതായി മഹത്വീകരണമാണ്. 2 അനുതാപ പ്രാർത്ഥന, 3 സ്തോത്രാർപ്പണം, 4 മധ്യസ്ഥ പ്രാർത്ഥന, 5 സമർപ്പണം, 6 ദൗത്യത്തിനായി സമൂഹത്തെ ഒരുക്കൽ എന്നിവ പൗരസ്ത്യ ആരാധനയുടെ പ്രധാന ഘടകങ്ങളാണ്. സൃഷ്ടാവായ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് അവനെ മഹത്വീകരിക്കാനാകണം. പാപബോധത്തോടെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കാനാകണം. ലഭ്യമായ നന്മകളെ ഓർത്ത് നന്ദി പറയാനാകണം. സമസൃഷ്ടങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാനാകണം. പൂർണ്ണമായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ കഴിയണം. ദൗത്യത്തിനായി നാം തയ്യാറാകണം. ഇതാണ് അർത്ഥവത്തായ ആരാധന. ത്രൂ അഡോറേഷൻ, ത്രൂ കൺഫെഷൻ, ത്രൂ താങ്ക്സ് ഗിവിംഗ്, ത്രൂ ഇൻ്റർസെഷൻ, ത്രൂ അവർ ഡെഡിക്കേഷൻ, we are called by God to do mission for the enhancement of His kingdom. Amen.